എവ്രിവൺ, ഞാൻ വീണ്ടും വന്നു. അപ്പം നമ്മൾ ഇന്ന് കവർ ചെയ്യാൻ പോകുന്ന കാസിലിൻ്റെ അകത്തുള്ള വേറൊരു അട്രാക്ഷനായ റോയൽ സ്കോട്ട് മ്യൂസിയമാണ്. ഇതിനകത്ത് ഒത്തിരി ഒന്നുമായിട്ട് കാണാനില്ല, പക്ഷെ കൂടുതലും റോയൽ സ്കോട്ട് റെജിമെൻറ്റ്സിൻ്റെ ഡിസ്പ്ലേ ആണ് ഇവരിവിടെ ചെയ്തിരിക്കുന്നത്. അതിനെ പറ്റിയിട്ടുള്ള കുറച്ച് ഇൻഫർമേഷൻസും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ ഇതിനകത്ത്. വേറൊരു ഇൻട്രസ്റ്റിംഗ് സ്ഥലത്തേക്ക് കൊണ്ടുപോട്ടെ. ഈ താഴെ കാണുന്നതാണ് മിലിറ്ററി പ്രിസൺ. കുറച്ചൊരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു മിലിറ്ററി പ്രിസൺ. ഇതുവരെ പ്രിസൺ കാണാത്തവർക്കും ഇതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും. പണ്ടത്തെ കാലത്ത് പ്രിസൺ ആണെങ്കിൽ കൂടി എന്തുമാത്രം ഫെസിലിറ്റീസാണ്, എങ്ങനത്തെ റൂമാണ് അവർക്ക് കൊടുത്തതെന്ന് നമുക്ക് ഇത് കാണുമ്പോൾ ഒരു ഐഡിയ കിട്ടും. അവർ യൂസ് ചെയ്തിരിക്കുന്ന പൈപ്പ്സ് ആണെങ്കിലും ഇപ്പോൾ വാഷ്റൂംസ് ആണെങ്കിലും അതിൻ്റെയൊക്കെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ട് അവരത് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഹിസ്റ്ററീനെയും കുറിച്ച് അവർ കൂടുതലും ഇതിനകത്ത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. പണ്ട് കാലത്ത് അവർ യൂസ് ചെയ്ത പ്രിസൺ ഡോറാണ് നമ്മളിപ്പോൾ കാണുന്നത്. പിന്നെ ഇതിൻ്റെ അകത്തോട്ട് ചെല്ലുമ്പോഴത്തേക്കും അവർ യൂസ് ചെയ്ത പ്രിസൻ്റെ യൂണിഫോമും അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് കാണാം. ഇതാണ് സ്കോട്ടിഷ് നാഷണൽ വാർ മെമ്മോറിയൽ. ആക്ച്വലി ഇത് 2 വേൾഡ് വാറിൽ മരിച്ചവരുടെ മെമ്മറിക്ക് വേണ്ടിയിട്ടാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് ഇസ് റോയൽ പാലസ്. നല്ല ക്യൂ ആയിരുന്നു ആൻഡ് ഇവിടെ ക്യാമറ അലൗഡ് അല്ല. ബട്ട് ഇതിൻ്റെ അകത്ത് നമ്മൾ കാണാൻ പോകുന്നത് ക്രൗൺ ഓഫ് സ്കോട്ട്ലൻഡ് ആൻഡ് സെപ്റ്റ. ആക്ച്വലി എനിക്കിത് കാണിക്കണമെന്നുണ്ടായിരുന്നു, ബട്ട് ഇതിനകത്ത് ക്യാമറ അലൗഡ് അല്ല. സോ നിങ്ങൾക്ക് ഫോട്ടോ മാത്രമേ കാണിക്കാൻ പറ്റുള്ളൂ. ബട്ട് ഞാൻ ആദ്യമായിട്ട് ഒരു കിരീടവും ചെങ്കോലും കണ്ടു. ഇത്രയൊക്കെ ഉള്ളു കാസിൽ. പിന്നെ കാസലിൻ്റെ ഏറ്റവും എൻഡിൽ വരുമ്പോൾ നമുക്ക് മോൺസ്മെഗ് കാണാം. ഇതാണ് വലിയ പീരങ്കി, പണ്ട് വെടിയൊക്കെ വെക്കാൻ വേണ്ടി യൂസ് ചെയ്തിരുന്നതാണെന്ന് തോന്നുന്നു. ആൻഡ് അടുത്തുള്ള നമ്മളുടെ സെൻറ്റ് മാർഗ്രറ്റ്സ് ചാപ്പലിലും കണ്ടിട്ട് നമ്മൾ ആക്ച്വലി വെളിയിലേക്ക് ഇറങ്ങാൻ തുടങ്ങി. ഒരുവിധപ്പെട്ടതെല്ലാം എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇവിടെ വെച്ചിട്ടാണ് നമ്മുടെ റോയൽ എഡിൻബ്ര മിലിറ്ററി ടാറ്റു ഫെസ്റ്റിവൽ നടക്കുന്നത്. അത് ആക്ച്വലി സമ്മർ ഫെസ്റ്റിവലാണ്. മിലിറ്ററി ബാൻഡ്സിൻ്റെയും അവരുടെ തന്നെ കൾച്ചറൽ പെർഫോമൻസ് ഒക്കെയാണ്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ കാസിലിൻ്റെ വിശേഷം. ബട്ട് എഡിൻബ്രയുടെ വിശേഷം ഇവിടെ തീരുന്നില്ല. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ശുഭദിനം.